ഹായ് ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് വലിയ സംഭവമായിട്ടുള്ള ഒരു വീഡിയോ ഒന്നുമല്ല, നമ്മുടെ ഒരു കൊച്ചു ബിരിയാണി കഥയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ തറവാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ പറഞ്ഞു ആരും ഉണ്ടായിരുന്നില്ല, ആരെയും കാണാൻ പറ്റിയിട്ടില്ല എന്ന്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ബിസിനസ്സിൻ്റെ ഭാഗമായി ഒന്ന് വീട്ടിൽ വന്നപ്പോൾ ഇന്ന് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോരുത്തരായിട്ട് വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ അമ്മമ്മയും വിച്ചുവും മാത്രമേ ഉള്ളൂ ഇവിടെ, എൻ്റെ അനിയത്തി. അപ്പോൾ അവൾ ഇതേ ബിരിയാണിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. ആൾ ചിക്കനൊക്കെ മസാലയൊക്കെ പെരക്കി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത് പൊരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ വരുമ്പോഴത്തേക്ക് ഉണ്ടാക്കണം എന്നാണ് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനും കൂടെ സഹായിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൾ വേണ്ട, ഞാൻ തന്നെ ഉണ്ടാക്കും, എനിക്ക് ഉണ്ടാക്കണം എന്ന് എനിക്ക് ഒറ്റയ്ക്ക് തന്നെ ഉണ്ടാക്കണം കേട്ടോ. അങ്ങനെ ഇതേ അരിൻ്റെ അളവൊക്കെ പറഞ്ഞു കൊടുത്ത് അരിയൊക്കെ എടുത്ത് കഴുകുന്നുണ്ട്. അങ്ങനെ വീഡിയോയൊന്നും കാണിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഞാനങ്ങനെ കളിയാക്കിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. നമ്മളിവിടെ എല്ലാവരും കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. പക്ഷേ ഇന്ന് നമ്മൾ മാത്രമായിപ്പോയി. ഞാൻ നേരെ ഏച്ചീൻ്റെ അടുത്ത് കയറി ഏച്ചീനെയും കുഞ്ഞിനെയൊക്കെ കണ്ടിട്ടാണ് നേരെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് ഇവിടെ ബിരിയാണി പരിപാടികളൊക്കെ നടക്കുന്നത്. സാധാരണയായിട്ട് നോമ്പ്, നമ്മുടെ പെരുന്നാൾ, ബക്രീദൊക്കെ വരുമ്പം ഇവിടെയാണെങ്കിൽ നമുക്ക് ബിരിയാണിയൊക്കെ കിട്ടും കേട്ടോ. നമ്മുടെ അയൽവാസികൾ നല്ല മുസ്ലിം ഫ്രണ്ട്സാണ്. അപ്പോൾ അവരൊക്കെ നമുക്ക് സാധാരണ കൊണ്ടുവന്ന് തരാറുണ്ട്. അപ്പോൾ ഇവിടെ ഭയങ്കര രസമാണ് കേട്ടോ. അങ്ങനെ ഏച്ചീൻ്റെ കൃഷിത്തോട്ടത്തിൽ നിന്ന് ഏച്ചി 2-3 താലോലിക്കൊക്കെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇത് ഇത്ര വലുതല്ല, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ വലുതായിട്ട് തോന്നും. ഇത് 2 കുഞ്ഞ് താലോലിക്കാണ് കേട്ടോ. ഇതിന് വേറെന്തോ പേര് പറയുന്നത് എനിക്കറിയില്ല. ഞാൻ തൽക്കാലം താലോലി എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മളെ കുഞ്ഞനെ ഇതേ നല്ല രസമായിട്ട് അപ്പുറത്ത് കളിക്കായിരുന്നു ഉണ്ടായിരുന്നത്. കുഞ്ഞനെ ആരുമില്ല, അനുവിനെ ഓൾറെഡി കണ്ടതുകൊണ്ട് അവൻ്റെ വിഷമമൊക്കെ തീർന്നു. ഓരോ തവണ ഇവിടെ വന്നാലും അനുമോളെ കാണാനായിട്ട് പോകണം. അപ്പം ഞാൻ വിചാരിച്ചു വരുമ്പോൾ തന്നെ കയറി കഴിഞ്ഞാൽ പിന്നെ കരയില്ലല്ലോ. അപ്പം ഞാൻ ബുദ്ധിപരമായി ഇപ്രാവശ്യം നീങ്ങിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മളിത് നോക്കുമ്പോഴത്തേക്ക് വിച്ചു ഒരു ലോലിപോപ്പൊക്കെ കൊടുത്ത് അതിൻ്റെ ബോക്സൊക്കെ എടുത്തിട്ട് കളിക്കുകയാണ്. നല്ല ക്യൂട്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അമ്മമ്മ ഇതേ വൈകുന്നേരം കുളിച്ച് സുന്ദരിയായിട്ട് സീരിയൽ കാണാനിരുന്നു. അമ്മമ്മ എല്ലാ ചാനലും കവർ ചെയ്യും, ആരും വിഷമിപ്പിക്കില്ല കേട്ടോ. എല്ലാ ചാനലിലും കവർ ചെയ്തിട്ടാണ് അമ്മമ്മ സീരിയൽ കാണാറ്. ഇന്ന് സീരിയലിൽ നിന്ന് മാത്രമല്ല, എല്ലാ സീരിയലും പരസ്യം വരുമ്പോൾ അപ്പുറം മാറ്റി ഇപ്പുറം മാറ്റും, അങ്ങനെ കളിക്കും. അങ്ങനെ ഇതേ കുറച്ച് നേരം ഞാനും എൻ്റെ മോനും കൂടെ കുറച്ച് കൊഞ്ചി കളികളൊക്കെ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവന് ചിക്കൻ പൊരി വേണം, അതാണ് മെയിൻ കാരണം. ഈ കൊഞ്ചി അടുക്കളയിൽ വന്ന് പറ്റുന്നത് ഇതേ ഈ കാല് കിട്ടാനാണ്. അപ്പോൾ കാല് കൊടുത്താൽ പിന്നെ ചോറുന്നില്ല. ഞാൻ കൊടുക്കണ്ടെന്ന്. പക്ഷേ വിച്ചു പറഞ്ഞു, അയ്യോ കുഞ്ഞിന് പിന്നെ കൊടുത്തില്ലെങ്കിൽ പിന്നെ ആർക്കാ കൊടുക്കുക, അവന് കൊടുത്തേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ നിൽക്കുകയായിരുന്നു. അങ്ങനെ അവന് ചിക്കൻ പൊരി കൊടുത്തു. നമ്മൾ ലാസ്റ്റ് ചിക്കൻ പൊരി ആയതിനു ശേഷം ചിക്കൻ്റെ കാലാണ് അവന് വേണ്ടത്, വേറെ ഒന്നും കാര്യമായിട്ട് കഴിക്കില്ല. അങ്ങനെ ഒരു കാലൊക്കെ കഴിച്ച് കുട്ടപ്പനായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. വൈകുന്നേരം തൊട്ട് എനിക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ വിച്ചു പറഞ്ഞു, വിശക്കുന്നുണ്ടെങ്കിൽ ഇതായ ഉടനെ നമുക്ക് എടുത്തിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ പൊതുവേ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ കുറച്ച് 2-3 പേരാണെങ്കിലും അല്ല നമ്മൾ മുഴുവൻ ഫാമിലി ഉണ്ടെങ്കിലും നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നേ കഴിക്കൂ. അപ്പോൾ തന്നെ ഇത് ചിക്കനൊക്കെ കഴിച്ചിട്ട് മസിൽ ഇങ്ങനെ കാണിച്ചു തരാണ്. അപ്പോൾ നമ്മുടെ ചോറ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ചോറ് മാത്രമല്ല, ബിരിയാണി തന്നെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് കഴിക്കുമ്പോഴാണ് നമ്മൾ ഇത് സെറ്റാക്കുക. ഗ്രേവിയിൽ ചിക്കനൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കഴിക്കാൻ എടുക്കുമ്പോഴാണ് ഇത് മിക്സാക്കിയിട്ട് എടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാവരും ഇല്ലാത്തപ്പോഴാണെങ്കിലും ഒരുമിച്ച് ഇരുന്നിട്ടേ കഴിക്കും കേട്ടോ. അങ്ങനെ ഇത് ആൻറ്റി വന്നിട്ടുണ്ടായിരുന്നു. ആൻറ്റീൻ്റെ കൂടെ കുറച്ച് കൊഞ്ചി കളിച്ച് കഥയൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആൻറ്റി തന്നത് നമുക്ക് നല്ല ബീഫ് ബിരിയാണി ആൻറ്റിക്ക് കിട്ടിയതായിരുന്നു. ആൻറ്റീൻ്റെ ടിഫിനിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ കുറേ നാളായി എനിക്ക് കിട്ടാത്തത്. വിച്ചു അമ്മമ്മയൊക്കെ പറഞ്ഞു, നീ കഴിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞനെ ആദ്യം മസിൽ പിടിച്ചെങ്കിലും പിന്നെ എൻ്റെ കൂടെ വന്നിട്ട് കഴിച്ചു കേട്ടോ. അങ്ങനെ മാമി വന്നു, എല്ലാവരും വന്ന് വീട്ടിൽ സെറ്റായ സമയത്ത് ഫുഡ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ രാത്രി ഇതേ വിച്ചു തന്നെയാണ് എല്ലാ പാത്രത്തിലും സെറ്റാക്കുന്നത്. അങ്ങനെ നമ്മുടെ ബിരിയാണിയൊക്കെ ആയി ഗൈസ്. ചോറ് കുറച്ച് വെന്തിട്ടുണ്ടായിരുന്നു, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കഴിക്കുമ്പം അത്ര വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ബിരിയാണി കഥ. കണ്ടിഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ബൈ.